Hello friends. So we saw yesterday, this is a short story. There are two friendships in this story. One is between nature-loving boy and a squirrel. Second friendship is between a white rat and a squirrel. Then there is a fight between, a fierce fight, terrible fight between a cobra and a mongoose, isn't it? And then we also saw many birds like bulbul, pastor, then crow, myna, such birds. And above all this we saw a huge, very old, very beautiful, with branches spreading banyan tree. Older than my house, older than the house, older than grandfather, and as old as Dera. Dera is Deradu. Isn't it? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മലയാളത്തിലാണ് ഞാനിതൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതെങ്കിലും ആൻസർ എഴുതേണ്ടത് ഇംഗ്ലീഷിലല്ലേ. അപ്പം അതുകൊണ്ട് ചെറിയ സെൻറ്റൻസ് ആയിട്ട് ഇത് നമുക്ക് ഓർത്തിരിക്കാം, ചെറിയ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് ഓർത്തിരിക്കാം. ദിസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി. ദിസ് ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് ഈസ് എ ഗ്രേറ്റ് റൈറ്റർ. He is a great lover of nature. He writes children's literature. He was awarded Padma Bhushan, Padma Shri, also Sahitya Academy Award. ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഓർത്തിരിക്കുക. This is a short story. There is a huge banyan tree. The characters, നടന്മാർ എന്ന് പറയുന്നത് പക്ഷികളും കൂടുതലും മൃഗങ്ങളൊക്കെയാണ്. പക്ഷികളും മൃഗങ്ങളും അല്ലേ. അതുപോലെ തന്നെ there is friendship between a boy and a squirrel. Another friendship between a white rat and a squirrel. Then there is a fierce fight between cobra and a mongoose. And then you find there are many birds in it. ഇങ്ങനെ ചെറുതായിട്ട് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഉത്തരവൊക്കെ എഴുതാൻ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും. മലയാളത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ വേണ്ട എഴുതാൻ. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഒത്തിരി നല്ല വാക്കുകളുണ്ട്. ഈ വാക്കുകളൊക്കെ പഠിക്കണം. ഈ വാക്കുകൾ എങ്ങനെയാണ് പഠിക്കുന്നത്? അർത്ഥം നമുക്ക് എഴുതി പഠിക്കാം. അതുകൂടാതെ ഇതിനെ സാഹചര്യത്തിൽ ഉപയോഗിക്കണം. സാഹചര്യത്തിൽ ഉപയോഗിച്ചെങ്കിലേ ഉള്ളൂ നമുക്കിത് നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതുതന്നെയല്ല നമ്മുടെ ആ ഭാഷ ഒന്നിനൊന്നിന് ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ചുമ്മാ ഇത് പഠിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഷയും കൂടെ ബെറ്ററായിട്ട് വരണം. അതിന് നമുക്ക് ഒത്തിരി വാക്കുകൾ വേണം, നല്ല നല്ല വാക്കുകൾ വേണം. അപ്പം അതൊക്കെ ഇതിനകത്ത് കിട്ടും. അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഇന്ന് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ആ വാക്കുകളൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ, നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലം എന്നുള്ളതാണ്. ദ സ്കൂൾ ഗ്രൗണ്ട് ഈസ് അവർ ഡൊമൈൻ എന്ന് പറയാം. ചുറ്റുവട്ടത്തിൽ ഇങ്ങനെ ഭിത്തിയെല്ലാം കെട്ടി മറച്ചിരിക്കുന്നുണ്ടല്ലേ. അപ്പം ദ സ്കൂൾ ഗ്രൗണ്ട് ഈസ് അവർ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ, അവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിൻ്റെ. ദ സ്കൂൾ ഗ്രൗണ്ട് ഈസ് അവർ ഡൊമൈൻ എന്ന് പറയും. അപ്പം ആ ഡൊമൈൻ എന്നുള്ള വാക്ക് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. ദ കോർട്ട്യാർഡ് ഓഫ് മൈ ഹൗസ് ഈസ് മൈ ഫാദേഴ്സ് ഡൊമൈൻ. ദ കിച്ചൺ ഈസ് മൈ മദേഴ്സ് ഡൊമൈൻ. കിച്ചൺ സാധാരണ അമ്മമാരല്ലേ അതിൻ്റെ ആധിപത്യം അവർക്കാണ്. അങ്ങനെ അതുപോലെ നമുക്ക് പറയാം ദ പാഡി ഫീൽഡ് ഈസ് മൈ ഫാദേഴ്സ് ഡൊമൈൻ. ഫാദറാണ് എപ്പോഴും പാഡി ഫീൽഡിൽ പോവും, നെല്ല് വിളയിക്കുന്ന സ്ഥലം. നമ്മൾ കണ്ടം എന്നൊക്കെ പറയും. കണ്ടത്തിൽ പോകാൻ പറ്റില്ല അല്ലേ.
അല്ലേ? അല്ലെ നിലം എന്ന് പറയും, ചിലതൊക്കെ പറയും നിലം, നിലം ഉഴാൻ പോകുന്നു എന്നൊക്കെ പറയും. അപ്പം അത് മൈ ഫാദർ ദാറ്റ് ഫീൽഡ് ഈസ് മൈ ഫാദേഴ്സ് ഡൊമൈൻ എന്ന് പറയാം, അല്ലേ? ദ ബെസ്റ്റ് റൂം ഇൻ ദി ഹൗസ് ഈസ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. എല്ലാ വീട്ടിലും ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു നല്ല മുറിയാണ്, അത് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. അപ്പം ആ ഡൊമൈൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ അടുത്തത് മാഗ്നിഫിസൻറ്റ്, മനോഹരമായൊരു വാക്ക്. മാഗ്നിഫിസൻറ്റ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യവും ഗാംഭീര്യവും ചേർന്ന ഒരു സംഗതിയിലാണ് നമ്മൾ മാഗ്നിഫിസൻറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, താജ്മഹൽ ഈസ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്. എന്തോ സൗന്ദര്യമുണ്ട്, ഗാംഭീര്യമുണ്ട്. അതിന് പിന്നെ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കുക, അതിൻ്റെ പടം കണ്ടാൽ മതില്ല. മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്, മനസ്സിലായില്ലേ? മധുര മീനാക്ഷി ടെമ്പിൾ ഇസ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്, അല്ലേ? അങ്ങനെ പോയിട്ടുണ്ടോ? ഇല്ല. ട്രിവാൻഡ്രം ടെമ്പിൾ ദർ ഇറ്റ്സ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്. നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇസ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്. ഞങ്ങളുടെ അവർ സ്കൂൾ ഇസ് എ മാഗ്നിഫിസൻറ്റ് ബിൽഡിംഗ്. നല്ല അത്ര വലുതൊക്കെ ആണെങ്കിൽ. അപ്പം മാഗ്നിഫിസൻറ്റ് എന്നുള്ള ആ വാക്ക് നല്ലപോലെ മനസ്സിലായില്ലേ? ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഈ വാക്കുകളൊക്കെ അതിനകത്ത് ഉപയോഗിക്കണം. ആണ് ടീസ്. ടീസ് എന്ന് പറയാൻ തമാശയ്ക്ക് കളിയാക്കാന്നുള്ളത്. തമാശയ്ക്കല്ലേ? ടീസിങ് ഗേൾസ്, ബോയ്സ് ടീസ് ഗേൾസ് ആൻഡ് ഗേൾസ് ടീസ് ബോയ്സ്. തമാശയ്ക്ക് കളിയാക്കില്ലേ അതിനകത്ത്. മൈ ഫ്രണ്ട് ഓൾവേസ് ടീസസ് മീ. എൻ്റെ ഫ്രണ്ട് എന്നെ എപ്പോഴും തമാശയ്ക്ക് കളിയാക്കി. ചിലരുടെ സ്വഭാവം അതാ, കളിയാക്കിക്കൊണ്ടിരിക്കുക. അത് രസമാണ്, ചുമ്മാ കളിയാണ്. അതിനകത്ത് കാര്യം കഴമ്പൊന്നും ഇല്ലത്. മൈ ഫ്രണ്ട് ടീസസ് മീ, ഐ ടീസ് മൈ ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലേ? യൂഷ്വലി ബോയ്സ് ടീസ് ഗേൾസ് ആൻഡ് ഗേൾസ് ടീസ് ബോയ്സ്. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ. അതാണ് തമാശയ്ക്ക് കളിയാക്കുന്നതാണ് ടീസ് എന്ന് പറയുന്നത്. അടുത്ത് കൗണ്ടസ്. അത് നമ്മൾ വലിയ കാര്യം, ഡെസ്മോണ്ട് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. കൗണ്ടസ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ ഭാര്യ പ്രഭി. അതാ നമ്മൾ വലിയ കണക്കാക്കേണ്ട, വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. കേർവ് ടു. കേർവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുക, വളഞ്ഞ്. കേർവ് ടു. ചില നിങ്ങൾ ആൽമരം കണ്ടു കാണില്ല, ആൽമരത്തിൻ്റെ ഒത്തിരി ബ്രാഞ്ചസ് കാണും. അപ്പം അതിങ്ങനെ വളഞ്ഞ് നിലത്ത് വന്ന് കുത്തും. നിലത്ത് വന്ന് കുത്തിയിട്ട് അതേ നിന്ന് റൂട്ടുണ്ടാവും. അതാണ് കേർവ് ടു. മനസ്സിലായില്ലേ? കേർവ്. Many trees, their branches they curve to the ground. ചിലര് പേര ഉണ്ടല്ലേ, പേരയുടെ ബ്രാഞ്ച് കണ്ടല്ലോ, അതിങ്ങനെ വളങ്ങി നിലത്ത് കൊണ്ട് കുത്തും. പക്ഷെ അതിന് റൂട്ടുണ്ടാകത്തില്ല. അതാണ് കേർവ് ടു എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വളങ്ങി വരിക. Then a maze of arches. ആർച്ചസ് എന്ന് പറഞ്ഞാൽ അറിയാം, വളച്ചുപാട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആർച്ച് എന്ന് പറയുന്നത്. മെയ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളങ്ങി തിരിഞ്ഞൊക്കെ കിടക്കുക, വളങ്ങി തിരിഞ്ഞ് കിടക്കുക. അത് ഈ ആർച്ചിന് തന്നെയല്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ എ മെയ്സ് ഓഫ് കോറിഡോർസ്. കോറിഡോറിനെ വരാണ് ഒരു സ്ഥലത്ത് ചെന്നിട്ട് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമുക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന ഒത്തിരി. അതുപോലെ ഒരു കാട്ടിൽ കയറുകയാണെങ്കിൽ ഒരു മെയ്സ് ഓഫ് റോഡ്സ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ വഴി കാണും. ഇതിനാണ് മെയ്സ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. സിറ്റി, ഒരു വലിയ സിറ്റി ചെന്നാൽ മെയ്സ് ഓഫ് റോഡ്സ്. അപ്പോൾ മെയ്സിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ ഉപയോഗിക്കാം. നമ്മൾ കൊച്ചി പോകുക, അല്ലെങ്കിൽ എറണാകുളത്ത് പോകുന്ന ഓ ഇൻ ദിസ് സിറ്റി ഇറ്റ്സ് എ മെയ്സ് ഓഫ് റോഡ്സ് എന്ന് പറയാം, അല്ലേ? പക്ഷെ നമ്മുടെ വില്ലേജിനെ പറ്റി അത് പറയുന്നത് മെയ്സ് ഓഫ് റോഡ്സ്. അവിടെ ആപ്പാട് ഒരു റോഡല്ലേ, 2 റോഡേ ഉള്ളൂ. ഒത്തിരി റോഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ക്രോസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വരുന്നതിനാണ് മെയ്സ് എന്ന് പറയുന്നത്. അത് മെയ്സ് ഓഫ് ബ്രാഞ്ചസ്. അതുപോലെ ബ്രാഞ്ചസ് ഇങ്ങനെ വളഞ്ഞി കുത്തി ഒരു വല്ലാത്ത രീതിയിലൊക്കെ കിടക്കുന്നതാണ് മെയ്സ് ഓഫ് ബ്രാഞ്ചസ്. ഇത് മെയ്സ് ഓഫ് ആർച്ചസ് എന്നാണ്. അതായത് ഓരോ ഈ ആൽമരത്തിൻ്റെ നിരവധി ബ്രാഞ്ചുകൾ, നിരവധി ശാഖകൾ ഇങ്ങനെ വളഞ്ഞു കുത്തി നിലത്തോട്ട് വരുമ്പം ഒത്തിരി ആർച്ചസ് കാണാം. ആ ആർച്ചെല്ലാം ആ വളഞ്ഞ് നിൽക്കുന്നതാണ് കൃത്യമായിട്ട് കാണാൻ എണ്ണാനോ പോലും പറ്റിയത്. അതുകൊണ്ട് മെയ്സ് ഓഫ് ആർച്ചസ് എന്ന് പറയുന്നത്. മെയ്സ് ഓഫ് റോഡ്സ്.
മെയ്സ് ഓഫ് കോറിഡോഴ്സ്. ചില വലിയ കെട്ടിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണാം മെയ്സ് ഓഫ് കോറിഡോഴ്സ്. നമുക്ക് എണ്ണാൻ പറ്റാത്ത രീതിയിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുമുള്ള വഴികൾ അല്ലെങ്കിൽ വരാന്തകൾ ഒക്കെയുള്ള സ്ഥലങ്ങളെയാണ് നമ്മൾ മെയ്സ് ഓഫ് റോഡ്സ്. കാട്ടിൽ കയറിയ വഴി തെറ്റിയല്ലേ. എന്താ കാരണം? ബിക്കോസ് ദർ ആർ മെയ്സ് ഓഫ് റോഡ്സ്. ചിലത് അങ്ങോട്ട് പോകും, ചില വളഞ്ഞ് ഇങ്ങോട്ട് പോകും, വേറെ തെക്കോട്ട് പോകും. അപ്പം നമ്മൾ വന്ന വഴി പോലും നമുക്കറിയത്തില്ല. അതിന് ഗൈഡൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗാർഡ് നമ്മളെ സഹായിക്കും അല്ലേ. അങ്ങനെ അതാണ് മെയ്സ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. നെസ്ലിംഗ് ഇന്ന നെസ്ലിംഗ് നല്ലൊരു വാക്കാണ്. നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ പക്ഷിക്കുഞ്ഞെന്നാണ് എൻ്റെ ഒരർത്ഥം. പക്ഷെ ഇവിടെ നെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്, പറ്റിക്കിടക്കുക എന്ന് പറയുന്നത്, പറ്റിച്ചേർന്ന് കിടക്കുക. അതിനും നെസ്ലിംഗ്. ദ ബേബി ഈസ് നെസ്ലിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ദി മദർ. കുഞ്ഞു കുട്ടികളായിട്ടില്ല ഇങ്ങനെ ഉറങ്ങാറില്ല, അതാണ് നെസ്ലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് നെസ്ലിംഗ് ഇൻ ദ വാലി എന്ന് പറയുന്നത്. അപ്പം എന്നാൽ ഈ നെസ്ലിംഗ് ഇൻ ദ വാലി എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം ആ താഴ്വരയോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി നെസ്ലിംഗ് ഓൺ പറയാം. ദ റിവർ ഈസ് ദ സിറ്റി ഈസ് നെസ്ലിംഗ് ഓൺ ദ റിവർ ബാങ്ക്. The city is, the seashore is nestling on the sea. The seashore ഇങ്ങനെ മുട്ടി നിൽക്കുന്നത്, മുട്ടി ഒരുമി ഇങ്ങനെ നെസ്ലിംഗ് എന്ന് പറയാം. നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ പറയാം വി ആർ സിറ്റിംഗ് നെസ്ലിംഗ് ഓൺ അവർ ഫ്രണ്ട്സ് എന്ന് പറയാം. ഐ ആം സിറ്റിംഗ് നെസ്ലിംഗ് ഓൺ മൈ ഫ്രണ്ട്. തൊട്ടടുത്തിരിക്കുന്നു. അപ്പം ഇങ്ങനെ ജീവിതത്തിൽ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കണം. അപ്പം നമ്മൾ പെട്ടെന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാനുള്ള ഒന്നോ. രണ്ടാമത്തെ കാര്യം, നമ്മളിത് ഓരോ ലെസൺ പഠിച്ചു കഴിയുമ്പോഴും കുറഞ്ഞതൊരു 20 പുതിയ വാക്കുകളെങ്കിലും നമ്മൾ പഠിക്കണം. ആ പഠിച്ചോ എന്നറിയുന്ന എങ്ങനെയാണ് അത് നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് ഉപയോഗിക്കണം. ഇപ്പം ഞാൻ പറയാം മാഗ്നിഫിസൻറ്റ് സൺറൈസ് പറയാം അല്ലേ. കന്യാകുമാരിയിലൊക്കെ ചില കാണുന്ന നമുക്ക് സൂര്യോദയം മാഗ്നിഫിസൻറ്റ് സൺറൈസ്. അല്ലെങ്കിൽ ഫുൾ മൂണിനെ നോക്കി പറയാം മാഗ്നിഫിസൻറ്റ് മൂൺ, എ മാഗ്നിഫിസൻറ്റ് സ്കൈ. എന്നുവെച്ചാൽ നിറഞ്ഞിങ്ങനെ നക്ഷത്രങ്ങൾ പൂത്ത് ഉലങ്ങി നിൽക്കുന്നതിനാണ് അല്ലേ. ആള് കയറാൻ മേല 1000 കാന്താരി പൂത്തിറങ്ങി അല്ലേ. അങ്ങനെയല്ലേ, അങ്ങനെ ഒരു ഇതുണ്ട്. എന്താന്ന് പറയും? ആകാശത്തിൽ നക്ഷത്രം. അപ്പം അതിനെ നമുക്ക് മാഗ്നിഫിസൻറ്റ് എന്ന് പറയും. സോ മാഗ്നിഫിസൻറ്റ് സൈറ്റ്, സ്പെക്ടക്കിൾ. അതിന് സൈറ്റ് എന്നല്ല പറയുന്നത്, സ്പെക്ടക്കിൾ, കാഴ്ച. മനോഹരവും പക്ഷെ ഗംഭീരവുമായ ഒരു കാഴ്ച, അതാണ് മാഗ്നിഫിസൻറ്റ്. ഡൊമൈൻ ഞാൻ പറയുമല്ലോ, ദ സ്കൈ ഈസ് ദ ഡൊമൈൻ ഓഫ് ദ സൺ. ശരിയല്ലേ? ഡ്യൂറിങ് ദ ഡേ, നോട്ട് നൈറ്റ്. During the day, the sky is the domain of the sun. But during night, the sky is the domain of the moon. No. And domain നമുക്ക് പറയാൻ പറ്റില്ല. ഡൊമൈൻ പല രീതിയിൽ പറ്റും. Curve. മോശം. There are many curves in this road. അങ്ങനെ പറയാം. Curves, വളവ് അല്ലേ. U-turn എന്നൊക്കെ പറയുന്നത്. പിന്നെ വളവെന്നാണ് വളഞ്ഞിരിക്കുക എന്നുള്ളതാണ് കർവ് എന്ന് പറയുന്നത്. കർവ്. നെസ്ലിംഗ് ഏറ്റവും നല്ല സുന്ദരമായ എക്സാമ്പിൾ ഇതല്ലേ. ബേബി ഈസ് നെസ്ലിംഗ് ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് ഇറ്റ്സ് മദർ. വെരി ബ്യൂട്ടിഫുൾ. നല്ലൊരു കാഴ്ചയില്ല. അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ടീസ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഡോണ്ട് ടീസ് മീ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അല്ലേ പറയാം, യു ക്യാൻ ടീസ് മീ, ഐ ഡോണ്ട് കെയർ. എനിക്കത് കുഴപ്പമൊന്നുമില്ല, നീ ടീസ് ചെയ്തോളാൻ പറ്റും. ടീസിങ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ വാക്കുകൾ. പിന്നെ നമുക്ക് ടെക്സ്റ്റിലേക്ക് കിടക്കാം. എല്ലാവരുടെയും പുസ്തകമൊക്കെ ഉണ്ടല്ലോ, ടെക്സ്റ്റൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ആദ്യത്തെ 1-2 സെൻറ്റൻസ് കുറച്ച് വലിയ സെൻറ്റൻസുകളാണ്. ഞാനതിനെ വളരെ സിമ്പിളായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം അതൊന്ന് വായിക്കാം. ദ ഹൗസ് ആൻഡ് ദ ഗ്രൗണ്ട്സ് ഓഫ് ദെയർ ഹോം. ദെയർ ഹോം എന്ന് പറഞ്ഞാൽ ബോണ്ടിൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദറിൻ്റെ. വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഇപ്പം മനസ്സിലായി. ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ്, വീടും അതിന് ചുറ്റുമുള്ള സ്ഥലവും ഗ്രാൻഡ് ഫാദറിൻ്റെ ഡൊമൈനാണ്.
ഗ്രാൻഡ്മദറിൻ്റെതാണ് അത് സ്വന്തം മറ്റാരോട് താമസിക്കുന്നതല്ല. There was a magnificent old banyan tree. ഇപ്പം മനസ്സിലായില്ലേ? Magnificent. The tree was Bond's domain. The house and ground, grandfather's domain. The tree, Bond's domain. Grandfather left it to him. Grandfather അവന് വിട്ടുകൊടുത്തു. എന്താ കാര്യം? അതാണ് അതിനകത്തത്. കാര്യം എന്താ? Because he could not climb it. അല്ലാതെ വലിയ കയറാൻ വേണ്ട. പ്രായം ചെന്ന വല്യപ്പച്ചന് ഇതിന് മണ്ട കയറത്തില്ല. He was 65 years old. ആരാ? Grandfather. If he climbed, he would fall and die. 65 വയസ്സുള്ള വല്യപ്പച്ചൻ ഈ മരത്തെ വലിഞ്ഞ് കയറുവാണെങ്കിൽ വീഴാൻ സാധ്യതയുണ്ട്. വീണാൽ മരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ജീവനിൽ കൊതിയുണ്ട്. അതാ he gave the example of a countess who lived up to the age of 170. ഇപ്പം പുള്ളി പറഞ്ഞു, എനിക്കറിയാവുന്നൊരു കൗണ്ടസ്, ഒരു പ്രഭുവിൻ്റെ ഭാര്യയുണ്ട്, ഒരു 117 വയസ്സ് വരെ ജീവിച്ചു. എന്ത് സംഭവിച്ചു? Then she climbed on an apple tree. 117ാമത്തെ വയസ്സിൽ ആപ്പിൾ പറിക്കാൻ കയറി. She fell down and died. അതാ പേടി. ഈ പുള്ളിക്കാരത്തി ഇതേ വലിഞ്ഞു കയറി വീണു മരിച്ചു. അപ്പം വല്യപ്പച്ചൻ്റെ എന്താ, ഞാനും കയറിയാൽ മരിച്ചു പോകുള്ളൂ. ഇതാണ്, അതുകൊണ്ടാണ് ഇത് വിട്ടുകൊടുത്തിരിക്കുന്നത്. Then the magnificent old banyan tree had many branches. ഞാൻ ആ വാക്ക് പിന്നെ ഉപയോഗിക്കുന്നത് നിങ്ങളത് ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. Some of these branches touched the ground and took root again. അത് നിങ്ങൾ ആൽമരം കാണുമ്പോൾ അറിയാം, മരം ഇങ്ങനെ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ നിലത്ത് കുത്തിയിട്ട് പിന്നെ റൂട്ട് വേരിറങ്ങുന്നതാണ് അല്ലേ, റൂട്ട്സ് ഒക്കെ. ദ കർവ് ബ്രാഞ്ചസ് ലുക്ക്ഡ് ലൈക്ക് ആർച്ചസ്, ആർച്ച് പോലെ ആതിരുന്നു. And then there were many arches and they formed a maze. ഒത്തിരി ആർച്ച് ഉണ്ടായിരുന്നുണ്ട്. മെയ്സ് ആയിരുന്നു. ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ്, കൺഫ്യൂഷൻ നീക്കണം കേട്ടിട്ടില്ല പാട്ട്. അതുപോലെ ഒത്തിരി ആയപ്പോഴത്തേക്ക് കൺഫ്യൂഷനായി ആ പാട്ട്. മെയ്സ് ഓഫ് കോറിഡോർസ്, മെയ്സ് ഓഫ് വരാന്താസ്, മെയ്സ് ഓഫ് റോഡ്സ്, മെയ്സ് ഓഫ് ബൈവേസ്, സൈഡ് റോഡ്, നമുക്ക് മെയ്സ് എന്ന് പറയും. മെയ്സ്. The tree and the arches looked beautiful. ട്രീയും അതിൻ്റെ ആ വർച്ചവാതിലും എല്ലാം വളരെ സൗന്ദര്യമുള്ളത്. The sight gave him endless pleasure. നിർത്തില്ലാത്ത സുഖം, ഒരു പ്ലഷർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആനന്ദം. ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ആനന്ദമാണ്. വലിയ ട്രീ, അതിങ്ങനെ വളച്ചുവാതിൽ, ഇങ്ങനെ ഒത്തിരി വളച്ചുവാതിൽ വെച്ച്, അപ്പോൾ അത് കാണുമ്പോൾ നോക്കുന്നതെല്ലാം ഒരു ആനന്ദമായിരുന്നു. The tree was a very old one. ഞാൻ പറയല്ലോ, older than the house, older than grandfather, and as old as the town of Durham. ഇതാണ് അന്നത്തെ സംഭവം. ഇച്ചിരി ലോങ് സെൻറ്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനിതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. നമുക്കിതിനെ ടെക്സ്റ്റ് നോക്കാം. Though the house and grounds of our home in India, ഇനി ഇന്ത്യ എന്ന് പറയുന്നത് അവർ ബ്രിട്ടീഷുകാരാണ് ഒറിജിനൽ. അവർ ബ്രിട്ടനിലും അവർക്കൊരു വീടുണ്ട് എന്നുകൊണ്ട് കണക്കാക്കാം അല്ലേ. They have a house in Britain also. In India, where grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. വീടും പരിസരവും വല്യപ്പച്ചന്, ട്രീ എനിക്ക്. കാരണം 65 വയസ്സുള്ള വല്യപ്പച്ചന് അതേ വലിഞ്ഞ് കയറാൻ പറ്റത്തില്ല. അതാണ്. Grandfather used to tease him എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ തന്നെ, ഗ്രാൻഡ്ഫാദർ വല്യപ്പച്ചനെ തന്നെ തമാശയ്ക്ക് കളിയാക്കുമായിരുന്നു. എന്ത് പറഞ്ഞാ? ഗ്രാൻഡ്ഫാദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ് എന്ന് പറഞ്ഞാൽ ഈ കയറാൻ പറ്റിയാലതിനെ പറ്റി, ഈ മരത്തെ കയറാൻ പറ്റിയാലതിനെ പറ്റി പുള്ളി തന്നെ ഇങ്ങനെ തന്നെ കളിയാക്കും. And would speak of a certain countess of Desmond. ഇപ്പോൾ ഈ കൗണ്ടസിൻ്റെ കാര്യമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. എ സർട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുള്ളൂ. എ സർട്ടൻ ഏതോ ഒരു സർട്ടൻ എന്ന് വേറെ അർത്ഥമില്ലേ. അതായത് സർട്ടൻ, ഇറ്റ് ഈസ് സർട്ടൻ മീൻസ്
തീർച്ച എന്നുള്ളടത്തുണ്ട്. ഇവിടെ അതല്ല. ഇത് സർട്ടൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അത് ഏതോ ഒരു സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ടിൽ, അതായത് ബ്രിട്ടനിലുള്ളതാണ്, ഇംഗ്ലണ്ടിലുള്ള കാര്യമാണ്. ആൻ ഇംഗ്ലീഷ് വുമൺ who lived to the age of 170 and would have lived longer. 117 വയസ്സ് വരെ ജീവിച്ചു, കുറച്ച് നാളോട് ജീവിച്ചേനെ. If she hadn't fallen while climbing an apple tree. അതാണ് പറ്റിയത്. 117 വയസ്സുള്ള, ഇത് 65 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടല്ലോ 117 വരെയൊക്കെ ജീവിക്കണം. അപ്പോൾ അതിനുവേണ്ടി മരത്തെ കയറാതിരിക്കുക, മരത്തെ കയറാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ കളിയാക്കി പറയുന്നത് ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. ഒരു ആൽമരം നിങ്ങൾ കണ്ടുകാണുമല്ലോ, ഇങ്ങനെ മജസ്റ്റിയാണ്, ഒരു രാജകീയത്വമാണ് അത് കാണാൻ. അതിൻ്റെ ബ്രാഞ്ചസ് എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒരു ചെറിയ കാറ്റ് നിലകൾ ഇങ്ങനെ. ആൽമരത്തിൻ്റെ ഒരു പ്രത്യേകതയെ പറ്റി പറഞ്ഞാൽ അതിൻ്റെ ചവിട്ടി പോയിരുന്നാൽ ഇത്തിരി ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്സിജൻ ധാരാളം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരമാണത്. അതാണ് ആളുകൾ ഈ ആൽമരത്തിൻ്റെ ചവിട്ടി പോയി ധ്യാനിക്കുക, അതുപോലെ തന്നെ ഏകാന്തമായിട്ടിരിക്കുക, കൂട്ടുകൂടിയിരിക്കുക, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിമനോഹരമായ വിച്ച് കാർഡ് ടു ദ ഗ്രൗണ്ട്. ഈ ബ്രാഞ്ചസ് എല്ലാം ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വളഞ്ഞു കുത്തി നിലത്ത് കുത്തി ടുക്ക് റൂട്ടൊക്കെ അപ്പം വീണ്ടും റൂട്ട്സ് ഇറങ്ങുകയാണ്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് ഓഫ് ആർച്ചസ് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എണ്ണത്തില്ല, നമുക്ക് മുഴുവൻ കാണത്തുമില്ല, എണ്ണത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വളങ്ങി തിരിഞ്ഞ് കിടക്കാനുള്ളതാണ് മെയ്സ് എന്ന് പറഞ്ഞാൽ. വളങ്ങി തിരിഞ്ഞ് കിടക്കുക. അത് മെയ്സ് ഓഫ് ആർച്ചസ് ഗേവ് മീ എൻഡ്ലെസ് പ്ലഷർ. എൻഡ്ലെസ് പ്ലഷർ, തീരാത്ത സന്തോഷം. എപ്പം നോക്കിയാൽ അതിങ്ങനെ നിൽക്കില്ലേ, അത് ഓടിപ്പോകുന്നില്ലല്ലോ. അപ്പോൾ എപ്പം നോക്കിയാലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ? ബിക്കോസ് ഹീ ഈസ് എ നേച്ചർ ലവർ. ഈ കുട്ടി വളരെയധികം സ്നേഹിക്കുന്ന പ്രകൃതിയാണ്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, ആൻഡ് ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡേള, നെസ്ലിംഗ് ഇൻ എ വാലി. പറ്റിച്ചേർന്ന് ഒരു താഴ്വരയിൽ പറ്റിച്ചേർന്ന് കിടക്കുക. At the foot of the Himalayas. The foot of the Himalayas അതിൻ്റെ ചുവട്ടിൽ, ഹിമാലയ പർവ്വതത്തിൻ്റെ ചുവട്ടിലുള്ള ഒരു താഴ്വരയിൽ ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കുന്നു. ഏതോ ആരാ പറ്റിച്ചേർന്ന് നിൽക്കുന്നു? ആരാ? ദ ട്രീ. മനോഹരമായൊരു ദൃശ്യമുണ്ട്. അതിമനോഹരമായ ദൃശ്യം ഇങ്ങനെ ഗദ്യത്തിൽ വരച്ചിരിക്കുന്നു, ഗദ്യത്തിൽ എഴുതിയിരിക്കുന്നു. അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓളെ ഇപ്പം നമുക്ക് ഒരുവിധം നല്ലവരായ സംഗതി മനസ്സിലായി. 2 സെൻറ്റൻസ് കുറച്ച് ലോങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഐ വിൽ റീഡ് ദ ടെക്സ്റ്റ് വൺസ് അഗെയിൻ. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. Grandfather used to tease him about this and would speak of a certain Countess of Desmond, an English woman who lived to the age of 170 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera, nestling in a valley at the feet of the Himalayas. Beautiful. ഒരിക്കൽ കൂടി ആ സമ്മറി നോക്കാം. ഇത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ആൻസർ ചെയ്യാം. The house and the grounds of their home were grandfather's domain. There was a magnificent old banyan tree. The tree was Bond's domain. Grandfather left it to him because he could not climb it. He was 65 years old. Grandfather used to make fun of himself about this. If he climbed, he would fall and die.
He gave the example of a countess who lived up to the age of 117. Then she climbed on an apple tree. She fell down and died. The magnificent old banyan tree had many branches. Some of these branches touched the ground and took root again. The curved branches looked like arches. There were many arches and they formed a mix. The tree and the arches looked beautiful. The sight gave him endless pleasure. The tree was very old one. And it was nestling at the foot of there was missing down, DOW down. Question number 1 is, why did the boy say that the tree was his domain? Because grandfather left it to him because grandfather could not climb the tree. He was 65. That's the answer. അതിൻ്റെ ഉത്തരവാണ് അവൻ്റെ ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സായിരുന്നു. അതുകൊണ്ട് അത് മരത്തെ കയറത്തില്ല. അതുകൊണ്ട് ആ ട്രീ അവന് വിട്ടുകൊടുത്തു. ലെഫ്റ്റ് ഹിം, അവൻ വിട്ടുകൊടുത്തു. സോ ദ ട്രീ വാസ് ഹിസ് ഡൊമെയിൻ. വേറെ ആർക്കും അവിടെ കയറാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു മെമ്പറിനെ പറ്റി പറയുന്നത് ഗ്രാൻഡ് മദറാണ്. ഫാദറിന് കയറത്തില്ല, മദർ എങ്ങനെ ചെയ്യും? സോ വാട്ട് ഇസ് ദ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ദ ബോയ് സേ ദാറ്റ് the tree was his domain? The boy said that the tree was his domain because his grandfather could not climb the tree as he was 65 years old. വേറെ ആരും ഇല്ല. ഞാൻ ചെറിയ സെൻറ്റൻസ് ആക്കാം. Bond's grandfather was 65 years old. There was a magnificent banyan tree in the nearby his house. You can say nearby his house. The ground and the home, the house and the grounds of their home, these were grandfather's domain. But the tree was my domain because his domain, because grandfather could not climb. ഇനി അത് വളരെ ലോങ് ആയി പോയെങ്കിൽ കുറച്ച് ഒറ്റ സെൻറ്റൻസിൽ പറയാം. The tree was the magnificent banyan tree was Bond's domain because only he could climb on the tree. Only he could climb. His grandfather was 65 and could not climb. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതിയെടുക്കുക. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് 2 സെൻറ്റൻസ് പറയണം. ഇത്രയൊക്കെ വായിച്ചിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ അത് ഓർത്തിരിക്കുക. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നല്ല മാർഗമുണ്ട്, അറിയാമോ? എന്നാണ്? ഇംഗ്ലീഷിൽ ചിന്തിക്കുക. ഇപ്പോൾ മലയാളത്തിൽ ചിന്തിക്കുകയല്ലേ? നമ്മൾ പറയല്ലേ, അവൻ വീട്ടിൽ പോയി, അല്ലെങ്കിൽ ഞാനൊരു പൂന്തോട്ടം കണ്ടു. ഇതൊക്കെ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമല്ലോ. അതിന് പകരം ഞാനൊരു പൂന്തോട്ടം കണ്ടു എന്ന് പറയുക അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഐ സോ എ ഗാർഡൻ, അങ്ങനെയല്ല. നേരെ ആ ഇംഗ്ലീഷ് തന്നെ ഉപയോഗിക്കാൻ പഠിക്കുക. അപ്പം ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരും, പക്ഷെ അത് കഴിയുമ്പോൾ വളരെ എളുപ്പമായിട്ട് വരും. പിന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. മലയാളത്തിൽ ചിന്തിക്കുന്നതിന് പകരം ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന ചെറിയ ചെറിയ കഥകളുണ്ടല്ലോ, അത് മലയാളത്തിൽ പഠിച്ചതായിരിക്കും, പക്ഷെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ചിന്തിക്കുക. Jack the giant killer. Once upon a time there lived a giant and nearby that there was a അങ്ങനെ. അതായത് മലയാളത്തിൽ ചിന്തിച്ചിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കരുത്. അതിന് പകരം നേരിട്ട് ഇംഗ്ലീഷിലേക്ക് ചിന്തിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതൊരു എക്സർസൈസായിട്ട് എടുക്കുക. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഒത്തിരി മാറ്റം വരും. പിന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ ചിന്തിക്കുകയുള്ളൂ. ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഒരു പ്രയാസമില്ല. ചിലരൊക്കെ പറയും ഇംഗ്ലണ്ടിലൊക്കെ അവിടുത്തെ ഭിക്ഷക്കാർ പോലും ഇംഗ്ലീഷാണ് പറയുന്നത്. കാരണം അവർ ചിന്തിക്കുന്ന ഇംഗ്ലീഷിലാണ്. ബെഗേഴ്സ് ഇൻ ഇംഗ്ലണ്ട് സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. അതെന്ത് കാരണം എന്നാ?
നമ്മളെന്താ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നത്, നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയൊന്ന് സ്ലൈറ്റ് ചേഞ്ച് വരുത്തി നോക്കി കഴിയുമ്പോൾ മനസ്സിലാകും. ഒരു 10 ദിവസം കഴിയുമ്പോൾ വളരെ വ്യത്യാസം വരും. പിന്നെ ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അത് ഇംഗ്ലീഷിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. I get up at 5 o'clock. I go to bed at 10 o'clock. See, I eat my lunch at 8 o'clock. ഇങ്ങനെ നേരെ ചിന്തിച്ച് നോക്കി. അങ്ങനെ ചിന്തിച്ച് വലിയ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ചിന്തിക്കാൻ പറ്റും. അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടിട്ടില്ല, യാതൊരു തടസ്സവും ഇല്ലാതെ. ദാറ്റ്സ് ബിക്കോസ് ദേ തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇത് മനസ്സിലാക്കി ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ നല്ല ആൻസറൊക്കെ എഴുതാൻ പറ്റും. പ്ലസ് നമ്മൾ ഈ വാക്കുകളൊക്കെ ഇന്ന് എല്ലാം പഠിച്ചില്ലെങ്കിലും 2 വാക്കുകൾ പഠിക്കുക. ഒന്ന് ഡൊമൈൻ, മറ്റൊന്ന് മാഗ്നിഫിസൻസ്. പിന്നെ ഒരെണ്ണം കൂടെ പഠിക്കുക, മെയ്സ്. നല്ലതാണ് മെയ്സ്. മെയ്സ് ഓഫ് കോറിഡോർസ്. ഒരു ഷോപ്പിലൊക്കെ മെയ്സ് ഓഫ് കോറിഡോർസ്. വലിയ ലൈബ്രറി ചെന്നാൽ കാണാം മെയ്സ് ഓഫ് കോറിഡോർസ്. എന്നൊക്കെ യൂണിവേഴ്സിറ്റി ബിൽഡിങ്സിലൊക്കെ ചെന്നാൽ കാണത്തില്ലേ മെയ്സ് ഓഫ് പാത്വേസ്. അപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കുക. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. നാളെ നമുക്ക് കുറച്ചുകൂടി വേഗത്തിലൊക്കെ പോകാം. ഇന്നിപ്പോൾ 2 വലിയ സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും കാണുന്നതും വരെ വളരെ സന്തോഷവാന്മാരായിട്ടിരിക്കുക, സന്തോഷത്തോടുകൂടി ഇരിക്കുക. ഓക്കെ, ബൈ.